നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഭാരതീയ ന്യായ സംഹിത ഉൾപ്പെടെ 3 സുപ്രധാന ക്രിമിനൽ നിയമ ബില്ലുകൾ ലോക്സഭ ഇന്ന് പാസാക്കി. നീതി നിർവഹണം വേഗത്തിലാക്കാൻ പരിഷ്കരിച്ച നിയമങ്ങൾ സഹായിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ലോക്സഭയിലെ അച്ചടക്കരഹിതമായ പെരുമാറ്റത്തിന് 2 എംപിമാർക്ക് കൂടി സസ്പെൻഷൻ. കേരളത്തിൽ നിന്നുള്ള എംപിമാരായ AM ആരിഫിനും തോമസ് ചാഴിക്കാടനും എതിരെയാണ് നടപടി. പുതിയ കോവിഡ് വകഭേദത്തിനെതിരെ ജാഗ്രത കർശനമാക്കണമെന്ന് സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ. നഗരവത്കരണവുമായി ബന്ധപ്പെട്ട വികസനങ്ങൾക്കായി കേരള നഗരനയ കമ്മീഷൻ രൂപീകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ചതിനെതിരെ തിരുവനന്തപുരത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. 2023 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സാത്വിക് സായിരാജിനും ചിരാഗ് ഷെട്ടിക്കും ഖേൽരത്ന. മലയാളി താരം ശ്രീശങ്കർ ഉൾപ്പെടെ 26 പേർക്ക് അർജുന അവാർഡ്. വാർത്തകൾ വിശദമായി. ഭാരതീയ ന്യായ സംഹിത 2ാം ബിൽ, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2ാം ബിൽ, ഭാരതീയ സാക്ഷ്യ ബിൽ 2 എന്നിവ ലോക്സഭ ഇന്ന് പാസാക്കി. ബ്രിട്ടീഷ് കാല നിയമങ്ങളെ പരിഷ്കരിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഈ 3 ബില്ലുകളുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. പഴയ നിയമങ്ങൾ ശിക്ഷാ നടപടികളെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്ന സ്ഥാനത്ത് പുതിയ ബില്ലുകൾ മാനുഷിക സമീപനത്തോടെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമം പ്രത്യേക പരിഗണന നൽകുന്നു. ഭീകരവാദത്തിന് കൃത്യമായ നിർവചനവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ശ്രീ അമിത് ഷാ വ്യക്തമാക്കി. പരിഷ്കരിച്ച നിയമം അനുസരിച്ച് ആൾക്കൂട്ട കൊലപാതകങ്ങൾ വധശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിനും ക്രിമിനൽ നടപടി ചട്ടങ്ങൾക്കും പകരമാണ് കേന്ദ്ര സർക്കാർ ഭാരതീയ ന്യായ സംഹിതയും ഭാരതീയ നഗരിക് സുരക്ഷാ സംഹിതയും കൊണ്ടുവരുന്നത്. ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമുള്ളതാണ് ഭാരതീയ സാക്ഷ്യ ബിൽ. ഫോറൻസിക് സയൻസിന് പ്രാധാന്യം നൽകുന്ന ഈ നിയമങ്ങൾ പെട്ടെന്നുള്ള നീതി നിർവഹണത്തിന് സഹായിക്കുമെന്നും ശ്രീ അമിത് ഷാ പറഞ്ഞു. ലോക്സഭയിലെ അച്ചടക്കരഹിതമായ പെരുമാറ്റത്തിന് AM ആരിഫ് MPയെയും തോമസ് ചാഴിക്കാടൻ MPയെയും സസ്പെൻഡ് ചെയ്തു. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് ഇത് സംബന്ധിച്ച് പ്രമേയം കൊണ്ടുവന്നത്. ഇതോടെ പാർലമെന്റിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളുടെ എണ്ണം 143ആയി. അതേസമയം സുരക്ഷാ വീഴ്ചയും MPമാരുടെ സസ്പെൻഷനും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ഇന്നും ഇരുസഭകളിലും പ്രതിഷേധിച്ചു. സഭാ നടപടികൾ പ്രതിഷേധത്തെ തുടർന്ന് തടസ്സപ്പെട്ടു. പുതിയ കോവിഡ് വകഭേദത്തിനെതിരെ ജാഗ്രത കർശനമാക്കണമെന്ന് സംസ്ഥാനങ്ങളോട് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡ് പ്രതിരോധത്തിനായി കേന്ദ്രവും സംസ്ഥാനങ്ങളും യോജിച്ച് പ്രവർത്തിക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ ആരോഗ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തു. മരുന്നുകൾ, ഓക്സിജൻ സിലിണ്ടറുകൾ, വെന്റിലേറ്റർ എന്നിവയുടെ മതിയായ ശേഖരം സംസ്ഥാനങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് ശ്രീ മാണ്ഡവ്യ നിർദ്ദേശിച്ചു. പുതിയ കോവിഡ് വകഭേദങ്ങൾ കണ്ടെത്തുന്നതിനായി എല്ലാ പോസിറ്റീവ് കേസുകളിൽ നിന്നുമുള്ള സാമ്പിളുകൾ ജനിതക പരിശോധനയ്ക്ക് അയക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ കോവിഡ് കേസുകൾ വർദ്ധിച്ചതായും ഇതിൽ ബഹുഭൂരിപക്ഷം പേർക്കും ചെറിയ രോഗലക്ഷണങ്ങൾ മാത്രമാണുള്ളതെന്നും യോഗം വിലയിരുത്തി. കേരളത്തിൽ 2000-ഓളം സജീവ കേസുകളാണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതിർത്തിയിൽ പനി പരിശോധനയുമായി കർണാടക. നീണ്ട ഇടവേളയ്ക്ക് ശേഷം വയനാട്ടിൽ വീണ്ടും കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് അതിർത്തിയിൽ കർണാടക പനി പരിശോധന കർശനമാക്കിയത്. ബാവലി, കുട്ട എന്നിവിടങ്ങളിലാണ് പരിശോധന. ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നവരെ മടക്കി അയക്കും. താപനില ഉയർന്നിട്ടും യാത്ര ചെയ്യണമെന്നുള്ളവർക്ക് ആശുപത്രിയിൽ പരിശോധനയ്ക്ക് ശേഷം കോവിഡ് ഇല്ല എങ്കിൽ യാത്ര തുടരാം. കോവിഡ് സ്ഥിരീകരിച്ചാൽ കർണാടകയിൽ ചികിത്സയിൽ കഴിയണമെന്നും നിർദ്ദേശം ലഭിച്ചതായി അതിർത്തി ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചു. നഗരവത്കരണവുമായി ബന്ധപ്പെട്ട വികസനങ്ങൾക്കായി കേരള നഗരനയ കമ്മീഷൻ രൂപീകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചതനുസരിച്ചാണിത്. ഈ മേഖലയിലെ വിദഗ്ധനായ ഡോക്ടർ M സതീഷ് കുമാർ ആയിരിക്കും കമ്മീഷൻ അധ്യക്ഷൻ. 1 വർഷത്തെ പ്രവർത്തന കാലാവധിയാണ് കമ്മീഷനുള്ളത്. കേരളത്തിന്റെ നഗരവത്കരണത്തിന്റെ വിവിധ വശങ്ങൾ മനസ്സിലാക്കി അടുത്ത 25 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വഴി തെളിക്കുകയാണ് കമ്മീഷന്റെ പ്രവർത്തന ലക്ഷ്യം. സംസ്ഥാനത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ 270 തസ്തികകൾ സൃഷ്ടിക്കാൻ കൊല്ലത്ത് ചേർന്ന മന്ത്രിസഭായോഗം അനുമതി നൽകി. 262 അധ്യാപക തസ്തികകളും 8 അനധ്യാപക തസ്തികകളുമാണ് സൃഷ്ടിച്ചത്. മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ തീരുമാനം സഹായിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു.
2023 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ബാഡ്മിന്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി എന്നിവർ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന് അർഹരായി. മലയാളി അത്ലറ്റ് ശ്രീശങ്കർ എം, ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി, പാരാ അമ്പെയ്ത്ത് താരം ശീതൾ ദേവി എന്നിവരുൾപ്പെടെ 26 കായിക താരങ്ങൾ അർജുന പുരസ്കാരം നേടി. ഹോക്കി പരിശീലകൻ ശിവേന്ദ്ര സിംഗ്, ഗുസ്തി പരിശീലകൻ ലളിത് കുമാർ എന്നിവർ ഉൾപ്പെടെ 5 പേർക്ക് ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചു. മലയാളിയായ കബഡി പരിശീലകൻ ഇ ഭാസ്കരൻ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരം നേടി. അടുത്ത മാസം 9 രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിലെ എല്ലാ ജില്ലകളിലും പുരോഗമിക്കുകയാണ്. പരിപാടിയിലൂടെ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ തങ്ങളുടെ നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ PM കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താവ് പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിലെ കുമാരൻ തന്റെ അനുഭവം ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു. പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി, ആ തുക കൊണ്ട് നമ്മൾ വീട്ടിലെ കൂട്ടുകുടുംബത്തിൽ ചെറിയ രൂപത്തിലുള്ള പച്ചക്കറി കൃഷികൾ, വാഴക്കൃഷികൾ, അതുപോലെ നമ്മൾ ചെറിയ ചെറിയ കൃഷികൾ, നമുക്ക് പല രൂപത്തിലുള്ള കൃഷികൾ, നമുക്ക് കോഴി, ചെറിയ ആട്ടിൻകുട്ടികൾ, അങ്ങനെ പല രൂപത്തിൽ നമുക്ക് ഒരു വരുമാന മാർഗം കുടുംബാന്തരീക്ഷത്തിൽ കൂട്ടുകുടുംബമായിട്ട് നമുക്ക് വരുമാനം ആണ്, ചെറിയ രൂപത്തിലുള്ള വരുമാനമാണ് അതുകൊണ്ട് നേടിത്തരുന്നത്. കുടുംബത്തിൽ ഒരു പ്രയാസം വരുന്ന അത് ഇപ്പോൾ ഇല്ല. ഈ പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി കൊണ്ട് വലിയൊരു നേട്ടം ഇതുകൊണ്ടുണ്ടായിത്തീരുന്നുണ്ട്. കുടുംബത്തിലും കൂട്ടുകുടുംബത്തിലും സന്തോഷകരമായ ഒരു ജീവിതം നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് ഇന്ന് കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ. ഇരവിപുരം, ചടയമംഗലം, ചാത്തന്നൂർ, വർക്കല മണ്ഡലങ്ങളിലാണ് ഇന്ന് സദസ്സ് സംഘടിപ്പിച്ചത്. നവകേരള സദസ്സിനെ ജനങ്ങൾ നല്ല രീതിയിൽ സ്വീകരിച്ചതായും നാടിന്റെ ഭാവിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ ചിന്തയാണ് ഇതിന് പിന്നിൽ കാണുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരവിപുരത്ത് പറഞ്ഞു. നാളെ ചിറയൻകീഴ്, ആറ്റിങ്ങൽ, വാമനപുരം, നെടുമങ്ങാട്, അരുവിക്കര, കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങളിലും മറ്റന്നാൾ കോവളം, നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം മണ്ഡലങ്ങളിലും നവകേരള സദസ്സ് നടക്കും. ശനിയാഴ്ച വൈകിട്ട് വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ നടക്കുന്ന വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ സംയുക്ത സദസ്സോടെ നവകേരള സദസ്സ് സമാപിക്കും. നവകേരള സദസ്സിൽ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. തിരുവനന്തപുരത്ത് പ്രവർത്തകർക്കു നേരെ പോലീസ് 5 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. നവകേരള സദസ്സിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥാപിച്ച ബോർഡുകൾ പ്രവർത്തകർ തകർത്തു. ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നും പ്രവർത്തകർ പ്രതിഷേധം നടത്തി. തുടർന്നാണ് പോലീസ് ലാത്തി വീശിയത്. പോലീസിനു നേരെ കുപ്പിയേറുമുണ്ടായി. പിന്നീട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. കോൺഗ്രസ് പ്രതിഷേധ മാർച്ചിനിടെ വനിതാ പ്രവർത്തകയുടെ വസ്ത്രം വലിച്ചു കീറിയ SIക്കെതിരെ നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസിനെ അവരുടെ ഇഷ്ടത്തിന് വിട്ടിട്ട് സമാധാനപരമായി ഭരിക്കാമെന്ന് മുഖ്യമന്ത്രി കരുതേണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ക്രിസ്തുമസ്, ന്യൂ ഇയർ ഫെയറുകൾ നാളെ മുതൽ ഈ മാസം 30 വരെ നടക്കും. ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ 11:30 തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ മന്ത്രി GR അനിൽ നിർവഹിക്കും. ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നത് സംബന്ധിച്ച് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് സൂരജ് ഷാജിയുടെ അധ്യക്ഷതയിൽ സന്നിധാനത്ത് ഉന്നതതല ഏകോപന സമിതി യോഗം ചേർന്നു. ഭക്തർ വിരിവയ്ക്കുന്ന സ്ഥലം കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കാൻ ദേവസ്വം ബോർഡിനും സന്നദ്ധ സംഘടനകൾക്കും യോഗം നിർദ്ദേശം നൽകി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 931 പോയിന്റ് താഴ്ന്ന് 70,506-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 303 പോയിന്റ് നഷ്ടത്തിൽ 21,150-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാരതീയ ന്യായ സംഹിത ഉൾപ്പെടെ 3 സുപ്രധാന ക്രിമിനൽ നിയമ ബില്ലുകൾ ലോക്സഭ ഇന്ന് പാസാക്കി. നീതി നിർവഹണം വേഗത്തിലാക്കാൻ പരിഷ്കരിച്ച നിയമങ്ങൾ സഹായിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലോക്സഭയിലെ അച്ചടക്കരഹിതമായ പെരുമാറ്റത്തിന് 2 MPമാർക്ക് കൂടി സസ്പെൻഷൻ. കേരളത്തിൽ നിന്നുള്ള MPമാരായ AM ആരിഫിനും തോമസ് ചാഴിക്കാടനും എതിരെയാണ് നടപടി. പുതിയ കോവിഡ് വകഭേദത്തിനെതിരെ ജാഗ്രത കർശനമാക്കണമെന്ന് സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ. നഗരവത്കരണവുമായി ബന്ധപ്പെട്ട വികസനങ്ങൾക്കായി കേരള നഗരനയ കമ്മീഷൻ രൂപീകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ചതിനെതിരെ തിരുവനന്തപുരത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. 2023 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സാത്വിക് സായിരാജിനും ചിരാഗ് ഷെട്ടിക്കും ഖേൽരത്ന. മലയാളി താരം ശ്രീശങ്കർ ഉൾപ്പെടെ 26 പേർക്ക് അർജുന അവാർഡ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.